നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയമായിരുന്നു കാഫിർ പോസ്റ്റ്. ഇപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കെ ശൈലജ LDF സ്ഥാനാർത്ഥി കാഫിറായ സ്ത്രീ എന്ന പറയുന്ന ഒരു പോസ്റ്റായിരുന്നു പ്രചരിച്ചത്. അത് യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് കാസിമിൻ്റെ പേരിലായിരുന്നു ഈ പോസ്റ്റ് പ്രചരിച്ചിരുന്നത്. പക്ഷേ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പോസ്റ്റല്ല, അത് വ്യാജമാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റ് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു? ഈ വ്യാജ പോസ്റ്റ് ഷെയർ ചെയ്ത നേതാക്കൾ ഇപ്പോഴും അതിൽ തിരുത്താനോ അല്ലെങ്കിൽ ആ പോസ്റ്റ് പിൻവലിക്കാനോ തയ്യാറായിട്ടുമില്ല. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങളിൽ പറയുന്നുണ്ട്, ഇതിൽ PK മുഹമ്മദ് കാസിം നിരപരാധിയാണ്, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് അല്ല എന്ന് പറയുമ്പോൾ ഇത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി പോലീസ് കാണിക്കേണ്ടതില്ലേ? കാരണം അത്രയധികം ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്ത വിവാദമായ മതേതര ഒരു സ്ഥലത്ത് ഒരിടത്ത് വിള്ളലുണ്ടാക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. അല്ല രശ്മ, നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും വഷളായ, ഏറ്റവും വികൃതമായ, ഏറ്റവും കുൽസിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രിയായിരുന്നു ആ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കരിക്കുന്ന ദീനിയായ ഷാഫിയും കാഫിറായ ടീച്ചറും ശൈലജ ടീച്ചറും മത്സരിക്കുമ്പോൾ നമ്മുടെ വോട്ട് ആർക്ക്? ഇങ്ങനെയായിരുന്നു ഈ ആധുനിക ലോകത്തിലും ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ നാണമില്ലേ മുസ്ലിം ലീഗുകാരാ? അങ്ങനെയായിരുന്നു കണ്ണൂർ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ആ പ്രൊഫൈലിലാണ്, ആ പേജിലാണ് ഈ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ പ്രസ്താവന വരുന്നത്. അപ്പം എന്തു പറഞ്ഞാൽ കാഫിറായ 5 നേരം നമസ്കരിക്കുന്ന ദീനിയായ ഷാഫിയാണോ കാഫിറായ ശൈലജക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് മുസ്ലിം ലീഗുകാർ പ്രചരിപ്പിക്കുകയാണ്. വാട്സപ്പ് ഇതിലൂടെ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞവർ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ഒരു ശാഖാ ഭാരവാഹിയാണ് അങ്ങേരുടെ പേര് വെച്ചിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് വരുന്നത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ വരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ഈ KK ലതിക എന്ന് പറയുന്ന ഏപ്രിൽ 25-നാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്, മുൻ MLA ആണ്, കുറ്റ്യാടി MLA ആണ്. അവർ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയാണ്. അവർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്, എന്തൊരു വർഗീയതയാണടോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഈ KK ലതിക പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആൾ അങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടില്ല, അത് വ്യാജമാണ്. പക്ഷെ വ്യാജമാണ് എന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷവും ഈ വ്യാജമായ സ്ക്രീൻഷോട്ട് ഇപ്പോഴും ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തിലും KK ലതിക എന്ന് പറയുന്ന CPM നേതാവിൻ്റെ മുൻ MLAയുടെ വാളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊരു ക്രിമിനൽ ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞ സ്ക്രീൻഷോട്ടാണ്. സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന, വിഭജനം ഉണ്ടാക്കുന്ന, വർഗീയത ഉണ്ടാക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. അവരിപ്പോഴും അത് പിൻവലിക്കാൻ സന്നദ്ധമായിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ കൂടെയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം എവിടെയാണ്? ഇതിനെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ തന്നെ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്, ഇത് CPMൻ്റെ മറ്റൊരു മാഷാ അല്ലാഹ് സ്റ്റിക്കറാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായി എങ്ങനെ വർഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കാം എന്നതിന് വേണ്ടി CPM ഉണ്ടാക്കിയ ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്ന് ആർക്കും മനസ്സിലാവും. ഞാൻ പലവട്ടം പറഞ്ഞു, CPM വടകരയിൽ LDF വടകരയിൽ പരാജയപ്പെടാൻ പോകുന്നത് ഈ സ്ക്രീൻഷോട്ടിൻ്റെ പേരിലായിരിക്കും. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് വടകരയിൽ മാത്രമല്ല, മലബാറിലാകെ മാത്രമല്ല കേരളത്തിലാകെ മുസ്ലിം സമൂഹം CPMനെതിരെ വോട്ട് കൂടുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകമായി ഇത് മാറിയിട്ടുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. കാരണം ഒരു ജനതയെ അവഹേളിക്കലാണിത്, ഒരു ജനതയെ അപമാനിക്കലാണിത്. എന്താണ് ഇവർ വോട്ട് ചെയ്യുന്നത്? ഇത് നോക്കിയിട്ടാണ്, മതം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. CPM മുസ്ലിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്?
ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നതിലൂടെ അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവർ ശുദ്ധ മതവർഗീയവാദികളാണ്. അവർ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് പോലും നിസ്കരിക്കുന്നവരാണോ നിസ്കരിക്കാത്ത ആളാണോ എന്ന് നോക്കിയിട്ടാണ്, കാഫിറാണോ വേറെന്തോ ആണോ എന്ന് നോക്കിയിട്ടാണ് എന്ന ഒരു ബോധമാണ് ഇവർ ഇതിലൂടെ പ്രസരിപ്പിക്കുന്നത്. ഇതേ സംഗതി കാസർഗോഡ് ഇവർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് തളങ്കരയെക്കുറിച്ച് അവിടെ ഒരു വീഡിയോ പുറത്തിറക്കുകയാണ്. എന്താണ്, ഉണ്ണിത്താൻ്റെ ഛായയുള്ളൊരു കോൺഗ്രസ് നേതാവ് പ്രചാരണത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പ്രവർത്തകരോട് എങ്ങോട്ടാണ് പോകുന്നത്? തളങ്കരയിലേക്ക്. അപ്പോൾ തളങ്കരയിലേക്കാണെന്ന് പറയുമ്പോഴേക്ക് ഉണ്ണിത്താൻ എന്ത് ചെയ്യുന്നു? നെറ്റിയിലെ പൊട്ട് മായ്ക്കുന്നു, ഉടുത്ത മുണ്ട് മാറ്റിയെടുക്കുന്നു. ഇത് CPM ഔദ്യോഗികമായി പ്രചാരണത്തിന് വേണ്ടി തയ്യാറാക്കുകയും ഇതിൻ്റെ ചുമതലയുള്ള ആളുടെ ഫേസ്ബുക്ക് വാളിൽ വരികയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ബോധവതയുണ്ട്, ബുദ്ധിയുള്ള ആരോ അത് ഉപദേശിച്ചു കൊടുത്തു, പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചു. അപ്പോൾ ഈ പറയുന്ന ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പല സമയം പറഞ്ഞിട്ടുണ്ട്, BJP സംഘപരിവാറിനെ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും സാംസ്കാരികമായി അവർക്ക് വേണ്ട ഉരുപ്പടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ലവ് ജിഹാദിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതിലേറ്റവും നമ്പർ 1 കോൺട്രിബ്യൂട്ടർ ആരാണ്? അത് VS അച്യുതാനന്ദനാണ്. ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള PS-ൻ്റെ പരാമർശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഈ ഉത്തരേന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് ജിഹാദ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിം കുട്ടികൾ ധാരാളമായിട്ട് ചേരുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അവർ കോട്ട് ചെയ്യുന്നത് ആരെയാണ്? എളമരം കരീം കോഴിക്കോട് നടത്തുന്ന പ്രഭാഷണമാണ്. എന്തായാലും പ്രസംഗിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് നാദാപുരം ഭാഗത്തു നിന്നൊക്കെ ധാരാളം കുട്ടികൾ ഇവിടെ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്നു. അത് തീവ്രവാദമാണ്. അതൊരു തീവ്രവാദ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിസ്തരിച്ച് നടത്തുന്ന പ്രഭാഷണമുണ്ട് എളമരം കരീമിൻ്റെത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സിജി എന്ന് പറയുന്നൊരു സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നു. ഈ നിലയിൽ ഈ സംഘപരിവാറിന് വേണ്ടി BJPക്ക് വേണ്ടി നിലം ഉഴുതു കൊടുക്കുന്ന പണിയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പുറത്തുനിന്ന് വോട്ട് സമാഹരിക്കാൻ വേണ്ടിയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ പറയുന്ന ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി പരാമർശം, എന്താണ് കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ്റെ പരാമർശം, എന്നാൽ ഈ മുസ്ലിം വിരുദ്ധതയെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്ന് CPM എല്ലാ കാലത്തും ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചനയുടെ ചരിത്രത്തിലെ ഏറ്റവും വികൃതമായ 2 അനുഭവങ്ങളാണ് ഒന്ന് ഈ മാഷാ അല്ലാഹ് സ്റ്റിക്കറും ശേഷം ഈ ഇലക്ഷനിൽ ഉപയോഗിച്ച കാഫിർ സ്ക്രീൻഷോട്ടും. ഇത് നിസ്സാരമായ കാര്യമായി ഞാൻ കാണുന്നേയില്ല. ഇത് അങ്ങേയറ്റം കുൽസിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു സമുദായത്തെ കാണുന്നതെന്ന് മാത്രമല്ല, അവർ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനികൃഷ്ടമായിട്ടുള്ള അത്യന്തം ഹീനമായ പദ്ധതികളിലെ ഒരേട് മാത്രമാണ്. അപ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ പറ്റില്ല. അത് നിസ്സാരമായി കാണാൻ UDF-നകത്ത് തന്നെയുള്ള മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗുമായോ UDF-ഉമായോ ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിലെ പ്രതികൾ ആരാണെന്ന്, ഈ സ്ക്രീൻഷോട്ട് ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. KK ലതികയും അമ്പാടി മുക്ക് സഖാക്കളും അത് ഷെയർ ചെയ്തു എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അതിന് ഒരാളുണ്ടാവുമല്ലോ. ഇതൊരു ഡിജിറ്റൽ പ്രോപ്പർട്ടിയാണ്. ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി എവിടെ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്ന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഇത്രത്തോളം വിഭജനമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രി ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് ഉൽപ്പാദിപ്പിച്ചവരെ, അത് പ്രചരിപ്പിച്ചവരെ കണ്ടെത്തുക, പിടികൂടുക, മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യാത്ത കാലത്തോളം KK ലതികയ്ക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. CPM-ൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, മാഷാ അല്ലാഹ് സ്റ്റിക്കർ CPM-ന് എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കിയോ അനാദികാലം CPM-നെ വേട്ടയാടുന്ന ഒരു സംഗതിയായി ഈ കാഫിർ സ്റ്റിക്കർ നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദൗസർ പറഞ്ഞ പോലെ ഒരു മാതൃകാപരമായ അന്വേഷണം പ്രതീക്ഷിക്കണം. അത് അന്വേഷണം നടന്നില്ലല്ലോ. അന്വേഷണം നടക്കാത്തതുകൊണ്ടാണ് ഈ പരാതിക്കാരന് ഹൈക്കോടതി പോകേണ്ടത്. ഹൈക്കോടതിയുടെ നോട്ടീസിന് മറുപടിയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പോലീസ് എന്തോ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. ഇത് ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് യുദ്ധ തന്ത്രത്തിൽ പറയുന്നൊരു കാര്യമാണിത്. രേഷ്മയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ പോയിട്ട് ഒരാളെ ആക്രമിക്കുക, കുറ്റം രേഷ്മയുടെ തലയിൽ വരിക, അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പഗണ്ട രീതി കൂടിയാണ്. അപ്പോൾ ഇത്
ലോകത്ത് ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന് അതിൽ തന്നെ വലിയ പ്രാവീണ്യമുണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട് ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനിൽ. ഒരുപാട് രംഗത്ത് അവരത് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അതിൻ്റെ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് 2 കൂട്ടരാണ്. ഒന്ന് സംഘപരിവാറും മറ്റൊന്ന് ഈ നവനാസ്തികർ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. നവനാസ്തികരുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എന്തോ ഒരു തിങ്കർ ഗ്രൂപ്പാണ്, രേഷ്മയെ കണ്ടിട്ടുണ്ടാവും. ആ തിങ്കർ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുക ഒരു മുസ്ലിം പേരുള്ളൊരു ID, അയാൾ വളരെ പച്ച വർഗീയത പറയുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്രമാത്രം വർഗീയവാദികളാണ് ഈ മുസ്ലിങ്ങൾക്കിടയിൽ, തീവ്രവാദികളാണ്, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ നോക്കി കമൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തെറി വിളിക്കുക, ഇസ്ലാമിനെ തെറി വിളിക്കുക. ഇതിങ്ങനെ നിരന്തരം റിപ്പീറ്റ്, ഇതിങ്ങനെ ആ ഗ്രൂപ്പിൽ നിരന്തരം. ഇപ്പം അതിൻ്റെ ഇത് പോയി, കാരണം ആൾക്കത് മനസ്സിലായതുകൂടി ഇപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല. സംഘപരിവാർ ഇതിൻ്റെ ഒരു ഉസ്താദുമാരാണ്. ക്ഷേത്രത്തിലേക്ക് ചാണകമോ മലമോ പോത്തിറച്ചിയൊക്കെ എറിയുക, പശുവിൻ്റെ തല എറിയുക, ഇത് നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? അതിനൊരു കാരണക്കാരനുണ്ടോ. ആ കാരണക്കാരൻ ആരായിരിക്കും? ക്ഷേത്രത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളായിരിക്കും, ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട്. പക്ഷേ പിടിക്കപ്പെട്ടത് മുഴുവൻ RSSകാരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത എല്ലാ കേസുകളിലും RSSകാർ തന്നെയാണ് അത് ചെയ്തതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലം കഴിഞ്ഞു. ആക്ച്വലി ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം ഈ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാലത്തും ട്രേസ് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സാധനമല്ല. ആരെന്ത് ചെയ്താലും വളരെ പെട്ടെന്ന് പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാലം കഴിഞ്ഞു. ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഒരു 15 കൊല്ലം മുമ്പ് വരെ മാത്രം നിലനിന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വീണ്ടും എന്താണ് സംഘപരിവാറിൻ്റെ കയ്യിലെ പഴകി പുളിച്ച ആയുധം വീണ്ടും CPM ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, ഇത് ആരുപയോഗിച്ചെന്ന്, ഇത് ആരാണ് ചെയ്തെന്നുള്ളത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും അയ്യായിരം കഴിയുന്നതുകൊണ്ട് മനസ്സിലാവുമല്ലോ. അത് CPMകാർ ഉപയോഗിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിശൂന്യതയാണ്. ഈ ബുദ്ധിശൂന്യതയിൽ നമ്മൾ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയുന്നത് പോലെ ബുദ്ധിശൂന്യതയിൽ എന്തെങ്കിലും ബുദ്ധി വേണ്ടേ? ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരോ യഥാർത്ഥത്തിലുള്ള ഒരാളുടെ പേരിൽ ഉണ്ടാക്കരുത്. കാരണം അത് വളരെ പെട്ടെന്ന് അയാളത് ഫ്ലാഗ് ചെയ്യും, എൻ്റെ അല്ല എന്ന് പറയും. അതേസമയം ഇപ്പോൾ ഈ കാസിം എന്ന പേരല്ല, വേറെ എന്തെങ്കിലും ഒരു പേരാണ്, അത് അറിയപ്പെടുന്നൊരു ഗ്രൂപ്പിലല്ല, വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിലാണ്, അതെങ്കിൽ ഇത് ആളുകൾ റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ പാടായിരുന്നു. ഇത് ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞു, ഈ ബുദ്ധി ആരാണോ CPM ഉപദേശിച്ചു കൊടുത്തത് അത് അവർ CPM ശത്രുക്കളായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഫസ്റ്റ് പ്രത്യക്ഷപ്പെടുന്ന അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ആരാണ് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്നറിയാമോ? അത് RSSൽ നിന്ന് CPMലേക്ക് കുടിയേറിയ ഒരു പ്രത്യേക വിഭാഗം CPM പ്രവർത്തകരുണ്ടാക്കി ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അപ്പോൾ ഇതാരുടെ ബുദ്ധിയാണെന്നുള്ള എളുപ്പമാണല്ലോ. അപ്പോൾ ആ ബുദ്ധിയാണ്, ആ RSS ബുദ്ധിയാണ് CPM തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ CPMൻ്റെ കാര്യം കഷ്ടമെന്നേ പറയാനുള്ളൂ. എന്താണെങ്കിലും ആ പോസ്റ്റിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എപ്പോഴും പറയുന്നത് പോലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവരും മണ്ടന്മാരല്ല.